നമസ്കാരം. ട്രാവൻകൂർ എക്സ്പ്രസ് വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു സുപ്രധാനമായ വാർത്തയാണ്. തിരുവനന്തപുരത്തെ മുൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ശ്രീ ശ്രീനിവാസന്റെ ആർമിയിലെ മെമ്പറാണ്. അതായത് ഇന്നലെ നെയ്യാറ്റിൻകര ഒരു വയസ്സായ വ്യക്തിയെ ചുടുകല്ലെടുത്ത് അടിക്കുകയും ഇടിക്കുകയും ചെയ്ത പ്രതികളെ കുറിച്ചാണ് ഞങ്ങളിപ്പോൾ പറയുന്നത്. ഈ പ്രതികൾ ഒരുവൻ ആരാണ്? അയാളുടെ പേര് രാജേന്ദ്രൻ എന്നാണ്. 2001 മുതൽ 2006 വരെ തിരുവനന്തപുരം ഡിവിഷനിലെ EB1 ആയിരുന്നു UDF ഭരണകാലത്ത്. 2006 മുതൽ 2011 വരെ LDF ഭരണകാലത്തും ഇയാൾ INTUCയിൽ നിന്നും കാലുവാരി CI2 കാരനായി അവിടെ വിലസി. അന്ന് CI2 പ്രധാനപ്പെട്ട നേതാക്കന്മാരുടെ കുഴലൂത്തുകാരനായിരുന്നു. ഓഫീസർ അസോസിയേഷന്റെ പിണിയാളായിരുന്നു. പല പണികളും അവർക്ക് ചെയ്തു കൊടുത്തു. അതിൽ 1-2 പണികൾ ഞങ്ങൾ പുറത്തു വിടുന്നു. തിരുവനന്തപുരം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആയിരുന്ന ശ്രീനിവാസന്റെ വലം കൈയായിരുന്നു ഇന്നലെ അറസ്റ്റിലായി ജയിലിലായ രാജേന്ദ്രൻ. ഈശ്വരൻ എന്ന് പറയുന്നത് ആരുടെയും സ്വത്തല്ല. എന്നാൽ ഈശ്വരൻ കടാക്ഷിച്ചു. തെറ്റ് ചെയ്തവൻ ശിക്ഷിക്കപ്പെടണം. ശ്രീനിവാസന്റെ ആർമിയിലെ മെമ്പറായ ഇവൻ പവർ ഹൗസിൽ സീനിയർ അസിസ്റ്റന്റ് ആയിരുന്നപ്പോൾ തിരുവനന്തപുരത്തെ പ്രതിപക്ഷ സംഘടനകളിലെ മുഴുവൻ ആൾക്കാരെ വെട്ടിനിരത്തി. ഡ്യൂട്ടി സമയത്ത് ആക്സിഡന്റ് നടന്ന സ്പെഷ്യൽ ഡിസബിലിറ്റി ലീവും മെഡിക്കൽ ബില്ലും ഉൾപ്പെടെ ഇവൻ അടിച്ചു മാറ്റി നശിപ്പിച്ചു. 2009-ലും 2011-ലും ഈ വ്യക്തി തിരുവനന്തപുരത്തെ പവർ ഹൗസിലെ EB1 ആയി ജോലി ചെയ്യുന്നു. അദ്ദേഹം പൂജപ്പുര ഇലക്ട്രിക്കൽ സെക്ഷന്റെ പേപ്പറുകൾ തയ്യാറാക്കുന്നതും ശമ്പളം എഴുതുന്ന ഓഫീസറും ആയിരുന്നു. അന്നത്തെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ശ്രീനിവാസനാണ്. പറയാൻ കാരണം ശ്രീനിവാസന്റെ പിടികളായ ഈ പരമച്ചെറ്റ 2009-ലും 2011-ലും നൽകിയ പേപ്പറുകൾ നശിപ്പിച്ചു. 2013 കഥ പിന്നെ പറയാം. ഈ പരമചെറ്റ തിരുവനന്തപുരത്ത് EB1 ആയിരിക്കുമ്പോഴാണ് ഈ 2 പ്രാവശ്യവും നഷ്ടപ്പെട്ടത്. അന്ന് ശ്രീനിവാസന്റെ കൈ ഉണ്ടായിരുന്നു. അന്ന് ശ്രീനിവാസൻ നടത്തിയ ക്രമക്കേടുകൾ മുഴുവൻ ഞാൻ പുറത്തു കൊണ്ടുവന്നു. അതുമാത്രവുമല്ല, തിരുവനന്തപുരത്തെ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ കറണ്ട് കണക്ഷൻ നൽകാൻ ഞാൻ ചില ശ്രമങ്ങൾ നടത്തി. അവിടെ വൈദ്യുതി ഉപയോഗിച്ചിരുന്നത് സൗജന്യമായിരുന്നു. വാടകയെക്കുറിച്ച് ഞങ്ങൾ നേരത്തെ ഒരു വാർത്ത ചെയ്തിരുന്നു. ഇനിയും വാർത്തകൾ ഉണ്ടാവും. ഈ ശ്രീനിവാസന്റെ ആർമിയിലെ അംഗമായ ഇവൻ നെയ്യാറ്റിൻകരയിലെ OAയിലെ മുൻ നേതാവാണ് ഈ രാജേന്ദ്രൻ. സൂപ്പർ ന്യൂമററി ശ്രീനിവാസന്റെ ആർമിയിൽപ്പെട്ട രാജേന്ദ്രൻ 70 വയസ്സുള്ള കഞ്ചാമ്പഴിജി രവീന്ദ്രനെയും സഹോദരൻ ഗോപിയെയും 75 വയസ്സ് ചുടുകല്ല് കൊണ്ട് തലക്കടിച്ചു കൊല്ലാൻ ശ്രമിച്ച കേസിൽ റിമാൻഡിലായി. സൂപ്പർ ന്യൂമററി ശ്രീനിവാസന്റെ ആർമിയിൽപ്പെട്ടയാളാണ് ഈ രാജേന്ദ്രൻ. ഡിവിഷൻ ഓഫീസിലെ പല റെക്കോർഡുകളും അടിച്ചു മാറ്റി കൊടുക്കുന്നത് രാജേന്ദ്രനാണ് ശ്രീനിവാസന് വേണ്ടി. മുൻകാലങ്ങളിൽ ശ്രീനിവാസൻ ഡെപ്യൂട്ടി HRM ആയിരുന്നപ്പോൾ രാജേന്ദ്രന് ഇല്ലാത്ത അസുഖം ഉണ്ടെന്ന് കാണിച്ച് ട്രാൻസ്ഫർ റദ്ദ് ചെയ്ത് കൊടുത്തതും ഈ ശ്രീനിവാസനാണ്. ഒടുവിൽ ദൈവം കരുതി വച്ച ഒരു കാവ്യനീതി എന്ന് വേണമെങ്കിൽ പറയാം. ഈശ്വരൻ അങ്ങനെയാണ്. ഇന്നല്ലെങ്കിൽ നാളെ തിരിച്ചു നൽകും. അതെനിക്കായാലും നാം ചെയ്യുന്ന പ്രവൃത്തി തെറ്റാണെങ്കിൽ അതിന് തീർച്ചയായും മറുപടി കിട്ടും. ആ പ്രതീക്ഷയോടു കൂടിയാണ് ഞങ്ങൾ തെറ്റ് ചെയ്യാത്തത്. ഞങ്ങൾ തിന്മയ്ക്കെതിരെയാണ് ശബ്ദിക്കുന്നത്. ഞങ്ങൾക്കും ധാരാളം ശത്രുക്കളുണ്ട്. തിന്മയുള്ളവരെ വാർത്ത ചെയ്ത് ഞങ്ങൾ കൊടുക്കുമ്പോൾ അതുപോലൊരു വ്യക്തിയാണ് ശ്രീനിവാസനും ഈ രാജേന്ദ്രനും. ഒരുപാട് വ്യക്തികൾ തിന്മ ചെയ്തിട്ടുണ്ട്. അവരെയെല്ലാം ഞങ്ങൾ കേസുകളിലും മറ്റും വിജിലൻസ് അന്വേഷണങ്ങളിലും കുടുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ദൈവം ഞങ്ങൾക്ക് കരുതി വെച്ചൊരു സമ്മാനമാണ് ഇങ്ങനെയുള്ളവരെ ശിക്ഷിക്കുന്നത്. ദൈവം ഒരാളിൻ്റെയും സ്വത്തല്ല. ദൈവത്തിന് നിരക്കാത്തത് ചെയ്താൽ ഇങ്ങനെയുള്ളവനെയൊക്കെ
തീർക്കും, ഉറപ്പാണ്. ഞങ്ങൾക്കത് വ്യക്തമായി അറിയാം. ഞങ്ങൾ ദൈവവിശ്വാസിയാണ്. അത് ഏത് മതത്തിൽപ്പെട്ട ആളായാലും ശരി, ഞങ്ങൾക്ക് ദൈവവിശ്വാസമുണ്ട്. ഞങ്ങൾക്കും മറ്റു മതങ്ങളെ ബഹുമാനമാണ്, വിശ്വാസമാണ്. ഒടുവിൽ രാജേന്ദ്രനും മകനും റിമാൻഡിലായി. മലയാളത്തിലെ പ്രധാന പത്രങ്ങളെല്ലാം രാജേന്ദ്രൻ്റെ പടവും മകൻ്റെ പടവും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സ്റ്റോറി എഴുതി, ബൈലൈൻ ഉൾപ്പെടെ. അത് ദൈവത്തിൻ്റെ കാവ്യനീതിയാണ്. 2022-23 കൊണ്ടുവന്ന നിയമം അനുസരിച്ച് പെൻഷനായാലും ക്രിമിനൽ കേസിൽ പെട്ടാൽ പെൻഷനറുടെ പെൻഷൻ റദ്ദാക്കാൻ അധികാരമുണ്ട്. ഈ മുൻ പവർ ഹൗസിലെ സർക്കിൾ ഓഫീസിൽ SS ആയിരുന്ന ഈ പരമച്ചേറ്റ നെയ്യാറ്റിങ്കര ഡിവിഷനിൽ SS ആയും അവിടെ ധാരാളം ക്രമക്കേടുകൾ കാണിച്ചും ഇയാൾ പലരെയും സഹായിച്ചിട്ടുണ്ട്. ഇയാളെ പലരും സഹായിച്ചിട്ടുണ്ട്. മുൻ നെയ്യാറ്റിങ്കര എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആയിരുന്ന തിരുവനന്തപുരത്തെ ഇപ്പോഴത്തെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ വിവിധ പേപ്പറുകളിൽ അഴിമതികളിൽ സഹായിച്ച വ്യക്തിയാണ് ഈ രാജേന്ദ്രൻ. ഇപ്പോൾ രക്ഷപ്പെടുത്താൻ വേണ്ടി ഈ ഉദ്യോഗസ്ഥന്മാർ രംഗത്തെത്തിയിട്ടുണ്ട്. അവർ കൃത്യമായി തന്നെ പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. രാഷ്ട്രീയ നേതാക്കന്മാർ ഇടപെട്ടു. പക്ഷേ ഡിജിറ്റൽ തെളിവെന്ന് പറയുന്നത് ശക്തമാണ്. ആ തെളിവ് ഉപയോഗിച്ചാണ് പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്തത്. ഇത്രയും ക്രൂര മനസ്സുള്ള ഈ വൃത്തികെട്ട പരമച്ചേറ്റയാണ് പവർ ഹൗസിലും നെയ്യാറ്റിങ്കരയിലും ഇരുന്ന് ധാരാളം ക്രമക്കേടുകൾ കാണിച്ചത്. ഇവൻ ധാരാളം ജീവനക്കാരുടെ അറ്റൻഡൻസ് രജിസ്റ്ററുകൾ അടിച്ചു മാറ്റിയിട്ടുണ്ട്. അനുഭവത്തിൽ കൂടി പറയുകയാണ്, സ്പെഷ്യൽ ഡിസബിലിറ്റി ലീവ് 2009-ലും 2011-ലും അടിച്ചുമാറ്റി നശിപ്പിച്ചത് ഈ പരമച്ചെറ്റയും അന്നിരുന്ന തിരുവനന്തപുരം എക്സിക്യൂട്ടീവ് എഞ്ചിനീയറായ ശ്രീനിവാസനുമാണ്. അതുകൊണ്ട് ദൈവം വിധി നടപ്പിലാക്കി കഴിഞ്ഞു. ഇനി നരകത്തിൽ നിന്ന് ഊരണമെങ്കിൽ കോടതിയും കേസുമായി കുറേ കാലം നടക്കണം. ഇപ്പോൾ റിമാൻഡിലാണ്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട വൈദ്യുതി ബോർഡിലെ ജീവനക്കാർ ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കണമെന്ന് ട്രാവൻകൂർ എക്സ്പ്രസ് വളരെ വിനീതമായി നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു.